UAE പോലെ ഒരു രാജ്യത്ത് സ്വന്തമായി ഒരു വാഹനം എന്നത് ആഡംബരത്തെക്കാളുപരി ഒരു അത്യാവശ്യമാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ വലിയൊരു വിഭാഗം പ്രവാസികളും ആശ്രയിക്കുന്നത് ഉപയോഗിച്ച കാറുകളുടെ അഥവാ യൂസ്ഡ് കാർ വിപണിയെയാണ്. സ്വന്തം വാഹനം പെട്ടെന്ന് വിറ്റ് പണമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ ചെലവിൽ ഒരു നല്ല വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ വിപണിയിൽ സജീവമാണ്. എന്നാൽ നിയമപരമായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ വാഹനം കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. ചില ചെറിയ അശ്രദ്ധകൾ നിങ്ങളെ സാമ്പത്തിക ബാധ്യതകളിലേക്കും നിയമക്കുരുക്കുകളിലേക്കും എന്തിന് നാട്ടിലേക്ക് തിരികെ പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിച്ചേക്കാം. വാഹനം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ടതും പലർക്കും അറിയാത്തതുമായ ചില സുപ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വാഹനം വേഗത്തിൽ വിറ്റുപോകുവാൻ വേണ്ടി പലരും പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് മുൽക്കിയ അഥവാ വാഹന രജിസ്ട്രേഷൻ കാലാവധി ഇനിയും ബാക്കിയുണ്ട് എന്ന പരസ്യം. ഈ പരസ്യം കണ്ട് നിരവധി ആവശ്യക്കാർ വന്നേക്കാം. പെട്ടെന്നുള്ള കച്ചവടത്തിന് വേണ്ടി പലരും പേപ്പർ വർക്കുകൾ ഒഴിവാക്കി വക്കാല അഥവാ പവർ ഓഫ് അറ്റോർണി എന്ന മാർഗം സ്വീകരിക്കുന്നു. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും വലിയ അബദ്ധം പിണയുന്നത്. വക്കാല നൽകുക എന്നതിനർത്ഥം ആ വാഹനം വിൽക്കാൻ മറ്റൊരാൾക്ക് നിങ്ങൾ അധികാരം നൽകുന്നു എന്നത് മാത്രമാണ്. നിയമപരമായി ആ വാഹനത്തിന്റെ ഉടമസ്ഥൻ അപ്പോഴും നിങ്ങൾ തന്നെയായിരിക്കും. വാഹനത്തിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം മാറാതെ കേവലം വിൽക്കാനുള്ള അധികാരം മാത്രം നൽകി വാഹനം മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് സ്വന്തം കഴുത്തിൽ കുരുക്കിടുന്നതിന് തുല്യമാണ്. വാഹനം വാങ്ങിയ ആൾ ഈ വക്കാല ഉപയോഗിച്ച് നിങ്ങളുടെ പേരിൽ തന്നെയുള്ള രജിസ്ട്രേഷനിൽ വാഹനം ഓടിക്കാൻ തുടങ്ങും. എന്നാൽ ആ വ്യക്തി വരുത്തിയ നിയമലംഘനങ്ങൾക്കും ട്രാഫിക് പിഴകൾക്കും പൂർണ്ണ ഉത്തരവാദി നിങ്ങളായിരിക്കും. റഡാറുകളിൽ പതിയുന്ന അമിത വേഗതയ്ക്കുള്ള പിഴകളും സിഗ്നൽ മറികടക്കുന്നതും മറ്റ് ട്രാഫിക് നിയമലംഘനങ്ങൾക്കുമുള്ള പിഴകളും നേരിട്ട് നിങ്ങളുടെ ട്രാഫിക് ഫയലിലേക്കാണ് വരിക. ഈ വ്യക്തി പിഴയടയ്ക്കാതെ മുങ്ങിയാൽ ആ വലിയ തുക മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. UAEയിലെ പുതിയ നിയമപ്രകാരം ട്രാഫിക് പിഴകൾ പൂർണ്ണമായും അടച്ചു തീർക്കാതെ വിസ റദ്ദാക്കാൻ സാധിക്കില്ല. ദുബായ് ഒഴികെയുള്ള ചില എമിറേറ്റുകളിൽ വിസ റദ്ദാക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കുമെങ്കിലും നിങ്ങൾ എയർപോർട്ടിൽ എത്തുമ്പോൾ എമിഗ്രേഷൻ അധികൃതർ തടയുകയും യാത്രാവിലക്ക് നേരിടുകയും ചെയ്യും. വിറ്റുപോയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വാഹനത്തിന്റെ പേരിൽ വിമാനത്താവളത്തിൽ വെച്ച് യാത്ര മുടങ്ങുന്ന അവസ്ഥ എത്രത്തോളം ഭയാനകമാണെന്ന് ചിന്തിച്ചു നോക്കുക. പരിചയമില്ലാത്ത വ്യക്തികൾക്ക് വാഹനം കൈമാറുമ്പോൾ RTA വഴിയോ മറ്റ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ വഴിയോ ഉടമസ്ഥാവകാശം പൂർണ്ണമായും മാറ്റുക എന്നത് മാത്രമാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. പകുതി പണം മാത്രം വാങ്ങിക്കൊണ്ട് ബാക്കി തുകയ്ക്ക് പകരം ഒരു വക്കാല ഒപ്പിട്ട് നൽകുന്നത് വലിയ മണ്ടത്തരമാണ്. നിങ്ങളുടെ മുൻകൂർ സമ്മതമോ അറിവോ ഇല്ലാതെ തന്നെ ആ വാഹനം മൂന്നാമതൊരാൾക്ക് വിൽക്കാൻ വക്കാല കൈവശമുള്ളയാൾക്ക് എളുപ്പത്തിൽ സാധിക്കും. വക്കാല എന്ന രേഖയ്ക്ക് വാഹനം ആ വ്യക്തിയുടെ സ്വന്തം പേരിലേക്ക് മാറ്റാൻ മാത്രമല്ല മറ്റേതൊരു വ്യക്തിയുടെ പേരിലേക്കും മാറാനുള്ള അധികാരമുണ്ട്. ഇത്തരത്തിൽ വാഹനം മറ്റൊരാൾക്ക് വിറ്റ് പണവുമായി ആ വ്യക്തി നാടുവിട്ടാൽ നിങ്ങൾക്ക് ഒരു നിയമ പരിരക്ഷയും ലഭിക്കില്ല. മാത്രമല്ല വലിയ സാമ്പത്തിക നഷ്ടവും സംഭവിക്കും. വാഹനം വാങ്ങിയ വ്യക്തി നിങ്ങളുടെ പേരിലുള്ള മുൽക്കിയയുടെ കാലാവധി കഴിഞ്ഞിട്ടും അത് പുതുക്കാതെ ഓടിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. കാലാവധി കഴിഞ്ഞ മുൽക്കിയ ഉപയോഗിച്ച് വാഹനം നിരത്തിലിറക്കുന്നതിനുള്ള വലിയ പിഴകളും നിങ്ങളുടെ പേരിലായിരിക്കും രേഖപ്പെടുത്തുക. അതിലും അപകടകരമാണ് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ വാഹനം അപകടത്തിൽപ്പെടുകയോ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ നിയമപരമായി വാഹനത്തിന്റെ ഉടമയായ നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകൾ വരെ ഫയൽ ചെയ്യപ്പെട്ടേക്കാം. ഇത് ഭാവിയിൽ നിങ്ങളുടെ വിസ പുതുക്കുന്നതിനോ നാട്ടിലേക്ക് മടങ്ങുന്നതിനോ വലിയ തടസ്സമായി മാറും. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഒട്ടും സമയം കളയാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ധരിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മറുവശത്ത് UAEയിൽ നിന്ന് ഒരു യൂസ്ഡ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ചില സുപ്രധാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വാഹനം പുറമേ കാണാൻ എത്ര മനോഹരമാണെങ്കിലും അതിൽ മാത്രം ആകർഷകരായി വാഹനം വാങ്ങരുത്. ആദ്യം തന്നെ വാഹനത്തിന്റെ ചേസിസ് നമ്പർ അഥവാ വിൻ നമ്പർ ഉപയോഗിച്ച് എമിറേറ്റ്സ് വെഹിക്കിൾ ഗേറ്റ് വഴിയോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയോ വാഹനത്തിന്റെ അപകട ചരിത്രം പരിശോധിക്കണം. മുൻപ് വലിയ അപകടങ്ങളിൽപ്പെട്ട വാഹനങ്ങൾ പലപ്പോഴും കേടുപാടുകൾ തീർത്ത് കുറഞ്ഞ വിലയ്ക്ക് ആകർഷകമായ രീതിയിൽ വിപണിയിൽ എത്തിക്കാറുണ്ട്. അതുപോലെ വാഹനത്തിന്റെ മുൻ ഉടമകളുടെ എണ്ണം പരിശോധിക്കുന്നതും നല്ലതാണ്. പല പേരുകളിൽ പെട്ടെന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട വാഹനമാണെങ്കിൽ അതിലെന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. RTO പാസിംഗ് സെന്ററുകളിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ട് പ്രധാനമാണെങ്കിലും അതിൽ മാത്രം പൂർണ്ണമായി വിശ്വസിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസമുള്ളതും അംഗീകാരമുള്ളതുമായ മെക്കാനിക്കിനെ കൊണ്ട് എഞ്ചിൻ കാര്യക്ഷമത, ഗിയർ ബോക്സ്, സസ്പെൻഷൻ തുടങ്ങിയവ വിശദമായി പരിശോധിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. ഏറ്റവും അവസാനമായി വാഹനം വാങ്ങുന്നതിന് മുമ്പ് ആ വാഹനത്തിന്റെ പേരിൽ പഴയ ട്രാഫിക് പിഴകൾ ഒന്നും തന്നെ നിലവിലില്ല എന്നുറപ്പുവരുത്താൻ ഔദ്യോഗിക ട്രാഫിക് ആപ്ലിക്കേഷനുകൾ വഴി പരിശോധന നടത്തുകയും വേണം. ചുരുക്കത്തിൽ UAEയിലെ വാഹന വിപണി വളരെ സുതാര്യവും മികച്ചതുമാണെങ്കിലും നിയമങ്ങളിലെ പഴുതുകൾ മനസ്സിലാക്കാതെയുള്ള എളുപ്പ വഴികൾ എപ്പോഴും വലിയ അപകടങ്ങളിലേക്കാണ് നയിക്കുന്നത്. വാഹനം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഉടമസ്ഥാവകാശം ഔദ്യോഗികമായി പൂർണ്ണമായും കൈമാറ്റം ചെയ്യുക എന്നത് മാത്രമാണ് സമാധാനപരമായി ഉറങ്ങാനുള്ള ഒരേയൊരു മാർഗം. സാമ്പത്തിക ലാഭത്തെക്കാളുപരി നിയമപരമായ സുരക്ഷിതത്വത്തിന് മുൻഗണന നൽകുന്നത് നിങ്ങളുടെ പ്രവാസ ജീവിതം സുഗമമാക്കും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.